ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം തൈറോയ്ഡ് ഹോർമോണും നമ്മുടെ സ്കിന്നും തമ്മിലുള്ള ബന്ധമാണ്. ഞാൻ ഡോക്ടർ ഇർഷാദ് അലി, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ്, സ്കിൻ കെയർ സെന്റർ, പെരിന്തൽമണ്ണ. നിങ്ങളൊന്ന് തൈറോയ്ഡ് ഫംഗ്ഷൻ ചെയ്തു വരണമെന്ന് രോഗികളോട് പറയുമ്പോൾ അവർ പറയാറുണ്ട്, ഡോക്ടർ എനിക്ക് തൈറോയ്ഡ് ഇല്ല എന്ന് പറയാറുണ്ട്. ഈ തൈറോയ്ഡ് എന്നുള്ളത് നമ്മുടെ കഴുത്തിൻ്റെ മുമ്പിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ്. ചില അവസ്ഥകളിൽ ഹോർമോൺ ഉൽപ്പാദനം കൂടിയിരിക്കും, അതിന് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. എന്നാൽ മറ്റ് ചില അവസ്ഥകളിൽ ഹോർമോൺ ഉൽപ്പാദനം കുറയും, അതിന് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും. ഇനി ഡെർമറ്റോളജിസ്റ്റ്മാർ നിങ്ങളോട് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെക്ക് ചെയ്തു വരാൻ പറഞ്ഞ സന്ദർഭങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ്, സ്കിൻ ചേഞ്ചസ്. ഹൈപ്പോ തൈറോയിഡിസം എന്ന അവസ്ഥയിൽ സ്കിന്ന് കുറച്ച് ഡ്രൈ ആയിരിക്കും, കോൾഡ് ആയിരിക്കും, പെയിൽ ആയിരിക്കും. ഇതിൻ്റെ കാരണം നമ്മുടെ സ്വെറ്റിംഗ് കുറഞ്ഞതുകൊണ്ടും നമ്മുടെ ബ്ലഡ് ഫ്ലോ, സ്കിന്നിൻ്റെ അകത്തുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നത് കൊണ്ടാണ്. ഹൈപ്പർ തൈറോയിഡിസം അതായത് ഹോർമോൺ കൂടിയ അവസ്ഥയിൽ നമുക്ക് സ്കിന്ന് കുറച്ച് വാമായിരിക്കും, അതിൽ മോയ്സ്റ്റ് ആയിരിക്കും. ഇതിന് കാരണം സ്വെറ്റിംഗ് കൂടിയതുകൊണ്ടും നമ്മുടെ സ്കിന്നിൻ്റെ അകത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂടിയ അവസ്ഥ ഉള്ളത് കൊണ്ടാണ്. നെക്സ്റ്റ് റീസൺ നമ്മുടെ ഹെയറിനും ലെയിനിലും വരുന്ന മാറ്റങ്ങൾ. ഹൈപ്പോ തൈറോയിഡിസത്തിൽ ഹെയർ ബ്രിറ്റിലായിരിക്കും, തിന്നായിരിക്കും, അതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിലിന് സാധ്യത വളരെ കൂടുതലാണ്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫൈൻഡിങ് ഹൈപ്പോ തൈറോയിഡിസത്തിൽ കാണുന്നതാണ് നമ്മുടെ ഔട്ടർ 1/3 ഓഫ് നമ്മുടെ ഐബ്രോസ് ചില ആൾക്കാർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇതിന് ഹെട്രോഗിസൈൻ എന്ന് പറയും. ഞാൻ വെച്ചാൽ ഹൈപ്പർ തൈറോയിഡിസിലായിരിക്കട്ടെ, അതിൽ ഒരുപാട് രോഗികൾ ഹെയർ ലോസ് കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ഹൈപ്പർ തൈറോയിഡിസിന് കാണുന്നത് നമ്മുടെ നെയിൽ ബെഡുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് കാണാറുണ്ട്. ഇതിന് പ്ലംബേഴ്സ് നെയിൽ എന്ന് പറയും. നെക്സ്റ്റ് റീസൺ പിഗ്മെൻറ്റേഷൻ ഇഷ്യൂ ആണ്. തൈറോയ്ഡ് രോഗികളിൽ എസ്പെഷ്യലി ഹൈപ്പോ തൈറോയിഡിസത്തിൽ ലോക്കലൈസ്ഡ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അതായത് ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രം ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കാണാം. ചിലപ്പോൾ ജനറലൈസ്ഡ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആയിരിക്കും, അതായത് ദേഹം ഒട്ടാകെ പിഗ്മെൻറ്റേഷനും കാണാം. വേറൊന്ന് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആണ്. സ്കിന്നിൽ ഒരുപാട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ട്. ലൈക്ക് മുടി വട്ടത്തിൽ പോകുന്ന അസുഖം, അലോപീഷ്യ എറിയേറ്റ എന്ന് പറയും, വെള്ളപ്പാണ്ട്, വിറ്റിലിഗോ എന്ന് പറയും, നിൽക്കാതെയുള്ള ചൊറി, അതിന് ഓട്ടോ ഇമ്മ്യൂൺ അർട്ടിക്കേറിയ എന്ന് പറയും. ഇത്തരം അസുഖങ്ങൾ തൈറോയിഡിൻ്റെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, ഗ്രേവ്സ് ഡിസീസ് എന്നിവർക്ക് അസോസിയേറ്റഡ് അതായത് കോ എക്സിസ്റ്റൻ്റ് ആയിട്ട് കാണാം. ഇത്തരം അവസ്ഥകളിലും ഡെർമറ്റോളജിസ്റ്റ് നിങ്ങളോട് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെക്ക് ചെയ്തു വരാൻ പറയും. വേറൊന്നാണ് ഡിലേഡ് വൂണ്ട് ഹീലിംഗ്. ഈ തൈറോയ്ഡ് അസുഖമുള്ള രോഗികളിൽ മുറിവുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. ഈ പറഞ്ഞതൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒരു ഡെർമറ്റോളജിസ്റ്റ് നിങ്ങളോട് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെക്ക് ചെയ്തു തരാൻ പറഞ്ഞ സന്ദർഭങ്ങളാണ്: ഒന്ന്, അൺഎക്സ്പ്ലെയിൻഡ് ഹെയർ ലോസ്; രണ്ടാമത് നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ; മൂന്നാമത്തെ നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ ഇഷ്യൂ ഉണ്ടെങ്കിൽ; നാലാമത്തെ നിങ്ങൾക്ക് വൂണ്ട് ഹീലിംഗ്, അതായത് മുറികളൊക്കെ ഉണ്ടെങ്കിൽ ഉണങ്ങാൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ; അഞ്ചാമത്തെ നിങ്ങൾക്ക് ഓട്ടോഇമ്യൂൺ ഡിസീസ് ആയ മുടി വട്ടത്തിൽ പോകുന്നത്, വെള്ളപ്പാണ്ട്, ഇത്തരം അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെക്ക് ചെയ്തു വരാൻ പറയുന്നതാണ്. ഇത്തരം സ്കിൻ ടിപ്സുകൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇത്തരം ടിപ്സ് അറിയാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ടോപ്പിക്ക് അവർക്ക് ഷെയർ ചെയ്യുക. സോ ഫോർ മോർ സ്കിൻ ടിപ്സ്, സ്റ്റേ ട്യൂൺഡ്. ഹാവ് എ നൈസ് ഡേ. ബൈ.